സ്ഥിരതാമസം അഥവാ പെർമനന്റ് റെസിഡൻസി ആഗ്രഹിക്കുന്ന ആയിരക്കണക്കിന് മലയാളി ഉദ്യോഗാർത്ഥികളെയും നിലവിൽ കാനഡയിലുള്ള അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെയും തൊഴിൽ വിസയിലുള്ളവരെയും ഒരുപോലെ ബാധിക്കുന്ന അതിനിർണായകമായ ചില മാറ്റങ്ങളാണ് കനേഡിയൻ ഇമിഗ്രേഷൻ വിഭാഗമായ IRCC നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. വർഷങ്ങളായി കാനഡ PR നേടാനുള്ള പ്രധാന വഴിയായിരുന്ന എക്സ്പ്രസ് എൻട്രി സംവിധാനത്തിൽ CRS സ്കോർ അഥവാ കോംപ്രിഹെൻസീവ് റാങ്കിംഗ് സിസ്റ്റം അധിഷ്ഠിത ജനറൽ നറുക്കെടുപ്പിൽ നിന്നും മാറി പൂർണ്ണമായും കാറ്റഗറി അടിസ്ഥാനമാക്കിയുള്ള പ്രയോറിറ്റി സെലക്ഷൻ നയങ്ങളിലേക്ക് കാനഡ മാറിയിരിക്കുകയാണ്. പൊതുവായ CRS സ്കോർ മാത്രം നോക്കി അപേക്ഷിക്കുന്നവർക്ക് ഉയർന്ന കട്ട് ഓഫ് കാരണം ക്ഷണക്കത്ത് ലഭിക്കുന്നത് ബുദ്ധിമുട്ടാകുന്ന സാഹചര്യത്തിൽ ഈ പുതിയ പോളിസി ഷിഫ്റ്റ് മലയാളികൾക്ക് തിരിച്ചടിയാണോ അതോ ശരിയായ തന്ത്രങ്ങളിലൂടെ ഇതൊരു വലിയ അവസരമാക്കി മാറ്റാൻ സാധിക്കുമോ എന്നും കാനഡ എക്സ്പ്രസ് എൻട്രി ട്രെൻഡിൽ വന്നിട്ടുള്ള മാറ്റങ്ങളും മലയാളികൾ ഉടനടി സ്വീകരിക്കേണ്ട മുൻകരുതലുകളും എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കുന്നത്. ആദ്യമായി കാനഡ എന്തുകൊണ്ടാണ് എക്സ്പ്രസ് എൻട്രി സംവിധാനത്തിൽ ഇത്തരം ഒരു വലിയ പൊളിച്ചെഴുത്ത് നടത്തിയത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മുൻകാലങ്ങളിൽ പ്രായം, വിദ്യാഭ്യാസം, ഭാഷാ പ്രാവീണ്യം, പ്രവൃത്തി പരിചയം എന്നിവ മാത്രം കണക്കാക്കി ഏറ്റവും ഉയർന്ന CRS സ്കോർ ഉള്ള എല്ലാവർക്കും കാനഡ PR ഇൻവിറ്റേഷൻ ടു അപ്ലൈ നൽകിയിരുന്നു. എന്നാൽ രാജ്യത്തെ നിലവിലെ സാമ്പത്തിക സാഹചര്യം, പാർപ്പിട മേഖലയിലെ സമ്മർദ്ദം, പ്രാദേശിക തൊഴിൽ വിപണിയിലെ കടുത്ത വിദഗ്ധ തൊഴിലാളി ക്ഷാമം എന്നിവ കണക്കിലെടുത്ത് കാനഡിയൻ ഗവൺമെന്റ് ഇമിഗ്രേഷൻ പ്ലാനിൽ വ്യക്തമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. താൽക്കാലിക താമസക്കാരായ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെയും ടെമ്പററി ഫോറിൻ വർക്കേഴ്സിന്റെയും എണ്ണം അടുത്തിടെ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ രാജ്യത്തെ ആകെ ജനസംഖ്യയുടെ 5% താഴെയായി കുറയ്ക്കുക എന്ന പ്രഖ്യാപിത ലക്ഷ്യം IRCCക്കുണ്ട്. ഇതിന്റെ ഭാഗമായി പൊതുവെ റാങ്കിംഗ് സ്കോറുകളെക്കാൾ ഉപരി രാജ്യത്തിന് ആവശ്യമുള്ള പ്രത്യേക തൊഴിൽ മേഖലകളിൽ അറിവുള്ളവരെ തിരഞ്ഞെടുക്കുന്ന രീതിക്കാണ് കാനഡ മുൻഗണന നൽകുന്നത്. ഇക്കാരണത്താൽ തന്നെ 2026 പുതിയ എക്സ്പ്രസ് എൻട്രി ട്രെൻഡ് അനുസരിച്ച് ജനറൽ CRS ഡ്രോകളിൽ അപേക്ഷിക്കുന്നവർ നേരിടേണ്ടി വരുന്നത് അതികഠിനമായ മത്സരമാണ്. ഉയർന്ന CRS സ്കോറുകളായ 500 മുകളിലേക്ക് കട്ട് ഓഫ് നിരക്കുകൾ ഉയർന്നതിനാൽ കാനഡയ്ക്ക് പുറത്തുനിന്നും, പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും അപേക്ഷിക്കുന്ന സാധാരണ അപേക്ഷകർക്ക് ജനറൽ ഡ്രോ വഴി പെർമനന്റ് റെസിഡൻസി ലഭിക്കുന്നത് കൂടുതൽ വെല്ലുവിളിയായി മാറിയിരിക്കുന്നു. എങ്കിലും കാനഡ സർക്കാർ തങ്ങളുടേതായ മുൻഗണനാ പട്ടികയിലുള്ള ചില നിർദ്ദിഷ്ട തൊഴിൽ മേഖലകൾക്ക് പ്രത്യേകം കാറ്റഗറി അടിസ്ഥാനമാക്കിയുള്ള നറുക്കെടുപ്പുകൾ വിപുലമാക്കിയിട്ടുണ്ട്. ആരോഗ്യ സംരക്ഷണ മേഖലയിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാർ, നഴ്സുമാർ, അനുബന്ധ മെഡിക്കൽ ജീവനക്കാർ, കൺസ്ട്രക്ഷൻ ആൻഡ് സ്കിൽഡ് ട്രെൻഡ് മേഖലയിലെ വിദഗ്ധ തൊഴിലാളികൾ, IT സിസ്റ്റം അനലിസ്റ്റ്, എഞ്ചിനീയറിംഗ് തുടങ്ങിയ STEM പ്രൊഫഷണലുകൾ, ട്രാൻസ്പോർട്ട് ആൻഡ് ലോജിസ്റ്റിക്സ് തൊഴിലാളികൾ, അതുപോലെ തന്നെ പ്രീ സ്കൂൾ അധ്യാപകർ എന്നിവർ ഉൾപ്പെടുന്ന മുൻഗണനാ കാറ്റഗറികൾക്കാണ് IRCC ഇപ്പോൾ ഏറ്റവും കൂടുതൽ PR അവസരങ്ങൾ നൽകുന്നത്. അതിനാൽ നിങ്ങളുടെ തൊഴിൽ മേഖല ഈ പറയുന്ന ലിസ്റ്റിൽ ഉൾപ്പെട്ടതാണെങ്കിൽ കുറഞ്ഞ CRS സ്കോർ ഉള്ളവർക്ക് പോലും എക്സ്പ്രസ് എൻട്രി കാറ്റഗറി ഡ്രോകൾ വഴി വേഗത്തിൽ കാനഡയിൽ സ്ഥിരതാമസം അനുമതി നേടാൻ സാധിക്കും. മറ്റൊരു നിർണായകമായ ആശ്വാസ നടപടിയാണ് കാനഡയിലുള്ള താൽക്കാലിക തൊഴിലാളികൾക്കായി നടപ്പിലാക്കിയിരുന്ന ഇൻ കാനഡ വർക്കേഴ്സ് ഇനിഷ്യേറ്റീവ്സ്. നിലവിൽ കാനഡയിൽ താൽക്കാലിക വർക്ക് പെർമിറ്റിൽ ജോലി ചെയ്യുകയും പ്രാദേശിക സമൂഹങ്ങളിൽ വേരുറപ്പിക്കുകയും ചെയ്ത 10,000-കണക്കിന് പ്രവാസികളെ സ്ഥിരതാമസത്തിലേക്ക് ഘട്ടം ഘട്ടമായി മാറ്റുന്നതിനായി പ്രത്യേക വഴികൾ ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ കാനഡയിൽ പഠനം പൂർത്തിയാക്കി പോസ്റ്റ് ഗ്രാജുവേഷൻ വർക്ക് പെർമിറ്റിൽ കഴിയുന്ന മലയാളി വിദ്യാർത്ഥികൾ തങ്ങളുടെ നാഷണൽ ഒക്കുപേഷണൽ ക്ലാസിഫിക്കേഷൻ കോഡ് കൃത്യമായി തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. കമ്പനി നൽകുന്ന ജോബ് ടൈറ്റിലുകളിനേക്കാൾ ഉപരി തങ്ങളുടെ പ്രധാനപ്പെട്ട ജോബ് ഡ്യൂട്ടീസിന് അനുയോജ്യമായ NOC തിരഞ്ഞെടുത്തില്ലെങ്കിൽ കാറ്റഗറി അടിസ്ഥാനമാക്കിയുള്ള ഡ്രോകളിൽ അപേക്ഷകൾ നിരസിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഈ സങ്കീർണമായ ഇമിഗ്രേഷൻ അന്തരീക്ഷത്തിൽ കാനഡ PR സ്വപ്നം കാണുന്ന പ്രവാസി മലയാളികൾ സ്വീകരിക്കേണ്ട പ്രായോഗികമായ 4 പ്രധാന മുന്നൊരുക്കങ്ങൾ നോക്കാം. ഒന്നാമതായി, നിങ്ങളുടെ തൊഴിൽ കോഡ് IRCCയുടെ സജീവ കാറ്റഗറി അടിസ്ഥാനമാക്കിയ ലിസ്റ്റുമായി പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. രണ്ടാമതായി, ഫ്രഞ്ച് ഭാഷാ പഠനം എക്സ്പ്രസ് എൻട്രിയിൽ വലിയൊരു ഗെയിം ചേഞ്ചറായി മാറിയിട്ടുണ്ട്. ഫ്രഞ്ച് ഭാഷയിൽ നിശ്ചിത സ്കോർ നേടുന്ന അപേക്ഷകർക്ക് ഉയർന്ന പോയിന്റ് ആനുകൂല്യങ്ങൾക്ക് പുറമെ ഫ്രഞ്ച് സ്പീക്കിംഗ് കാറ്റഗറി ഡ്രോകൾ വഴി കട്ട് ഓഫ് പോയിന്റുകൾ വളരെ കുറവുള്ള സാഹചര്യത്തിലും എളുപ്പത്തിൽ PR നേടാം. മൂന്നാമതായി, എക്സ്പ്രസ് എൻട്രി സംവിധാനത്തെ മാത്രം ആശ്രയിക്കാതെ ഒന്റാരിയോ, ബ്രിട്ടീഷ് കൊളംബിയ, ആൽബർട്ട തുടങ്ങിയ പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാമുകളിൽ കൃത്യമായി അപേക്ഷ നൽകുക. ഒരു സംസ്ഥാനത്തിന്റെ നാമനിർദ്ദേശം ലഭിച്ചാൽ 600-ൽ അധികം CRS പോയിന്റുകൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് കൂട്ടിച്ചേർക്കപ്പെടും. നാലാമതായി, ഭാഷാ പരീക്ഷകളായ IELTS അഥവാ CEL-PIP സ്കോറുകൾക്ക് പരമാവധി ഉയർന്ന തലത്തിൽ നേടാൻ ശ്രദ്ധിക്കുക. കാനഡ PR നിയമങ്ങൾ കൂടുതൽ കർശനവും ലക്ഷ്യം വെച്ചുള്ളതാണെങ്കിലും ശരിയായ തന്ത്രവും കൃത്യമായ ആസൂത്രണവും ഉണ്ടെങ്കിൽ
മലയാളികൾക്ക് ഇത് തടസ്സമല്ല. കാനഡ ഇമിഗ്രേഷനെ കുറിച്ചുള്ള ഔദ്യോഗിക വിവരങ്ങൾക്കും നിയമപരമായ അപ്ഡേറ്റുകൾക്കുമായി ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.